നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇമ്മാതിരി ഒരു പുലിക്കുട്ടിയാണല്ലോ ബോച്ചെ കയറി മാന്തിയത്. ഇപ്പോഴിത് ഹണി റോസ് ബോച്ചയെ എടുത്തൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് സമാനതകളൊന്നുമില്ല. ഇതുവരെ കേരളം ഇളക്കിമറിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭൂലോക തള്ളുകൾ നടത്തിയ ബോച്ചെ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ഓടിച്ചിട്ട് പുകയ്ക്കുകയാണ് ഇപ്പോൾ ഹണി റോസ് എന്ന നടി. അവർക്ക് പിന്തുണയുമായി അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത്. WCCയും പൂർണ്ണ പിന്തുണയുമായി ഹണി റോസിനൊപ്പമുണ്ട്. ഹണി റോസ് ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഓരോ സ്ത്രീകൾക്കു വേണ്ടിയും താൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഹണി റോസ് കുറിച്ചത്. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിലെത്തിയിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകളനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല, പരാതിയില്ല. പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും. ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിതൻ മാന്യന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഹണി റോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതും സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിതന്മാർക്കെതിരെ. ബോച്ചെ എന്ന ഒറ്റയാനെതിരെ മാത്രമല്ല ഹണി റോസിൻ്റെ യുദ്ധപ്രഖ്യാപനം. ഒരു വശത്ത് ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമപരമായ നടപടികൾ ഹണി റോസ് കൈക്കൊണ്ടുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. തൻ്റെ അഭിഭാഷകന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പരാമർശിക്കാതെ പോയതെന്നും അവർ വിശദീകരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിച്ചു എന്ന ഹണി റോസിന്റെ പരാതിയിൽ ഒരാളെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 30 പേർക്കെതിരെ ഇതിനകം തന്നെ നടി പരാതി കൊടുത്തു. ദ്വയാർത്ഥ പ്രയോഗം നടത്തി നടിയെ അപമാനിക്കുക മാത്രമല്ല, പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തു ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല, നിരവധി അശ്ലീല ആംഗ്യങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയാണ്. ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് പോലീസ് സൈബർ വിഭാഗം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തിറക്കിയ റീൽസുകളും വീഡിയോകളുമൊക്കെ പരിശോധിക്കുന്നു. അയാൾ സ്ത്രീകൾക്കെതിരെ മ്ലേച്ഛമായ അശ്ലീല ആംഗ്യങ്ങൾ കാട്ടി എന്നതിന് ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണമെന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ഹണി റോസിനെ പോലൊരു നടി ഇത്തരത്തിലൊരു ആക്രമണവുമായി തനിക്ക് നേരെ വരും എന്ന് ബോബി ചെമ്മണ്ണൂർ ഒരിക്കൽ പോലും കണക്കുകൂട്ടിയിട്ടില്ല. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ വിമർശനങ്ങൾക്കിരയാണ് ഹണി റോസ്. അവർ ഉദ്ഘാടന ചടങ്ങുകളിൽ നിരന്തരം പങ്കെടുക്കുന്നത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഹണി റോസ് എന്ന നടി ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച് ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന റീൽസ് ഞാനും നോക്കിയിരിക്കാറുണ്ട്. അവർക്ക് നല്ല സൗന്ദര്യമുണ്ട് എന്നത് തന്നെ അതിൻ്റെ കാരണം. അവർ ഇറുകിയ വസ്ത്രം ധരിക്കുന്നു എന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. കാരണം അവരുടെ ശരീരഘടന ആകർഷകമുള്ളതാണ്. അവർ സുന്ദരിയാണ്. തൻ്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന വസ്ത്രധാരണ രീതിക്ക് അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വസ്ത്രധാരണ രീതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കൃത്യമായി പരിശോധിച്ചാൽ കൂടുതൽ നഗ്നത വെളിപ്പെടുത്തുന്ന തരത്തിലല്ല അവരുടെ വസ്ത്രധാരണം. അവരുടെ ശരീരഘടനയനുസരിച്ച് ആ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ചിലർക്ക് ഒരുപക്ഷെ ലൈംഗികോദ്ദീപനമൊക്കെ തോന്നിയേക്കാം. അതൊക്കെ അവരവരുടെ മാനസിക വിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ അതിലപ്പുറം ഹണി റോസ് എന്ന നടിക്ക് ഒരു സൗന്ദര്യമുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. സ്ത്രീത്വത്തെ അപമാനിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രമുഖ വ്യക്തിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഹണി റോസ് പ്രതികരിച്ചത്. പണത്തിൻ്റെ ധാർഷ്ട്യത്തിൽ എന്തും ചെയ്യാമെന്ന് അയാൾ കരുതരുത് എന്ന് ഹണി റോസ് തുറന്നടിച്ചിരുന്നു. ഹണി റോസ് ഉൾപ്പെടെയുള്ള നിരവധി സെലിബ്രിറ്റികളെ തൻ്റെ ജുവലറിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി അശ്ലീല ഭാഷണവും അശ്ലീല ആംഗ്യവും കാട്ടി അതിൽ സംതൃപ്തി അടയുന്ന ഒരു വൈകൃത മനസ്സിൻ്റെ ഉടമയാണ് ബോബി ചെമ്മണ്ണൂർ എന്നത് കൃത്യമാണ്. ഇത്തരം മാനസിക വൈകൃതമുള്ളവരുടെ പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് എന്ന് ഈ നടി പച്ചയ്ക്ക് പറഞ്ഞു. എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തൻ്റെ തീരുമാനമെന്നും ഇന്നലെ അവർ തുറന്നടിച്ചിരുന്നു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിന് മിണ്ടാട്ടമില്ല. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉളിയിട്ട അയാൾ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് എന്ന് പോലീസ് പോലും സൂചിപ്പിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ആക്രമിച്ചവർ നിരവധിയുണ്ട്.
അയാളുടെ റീൽസുകളിലും വീഡിയോകളിലുമൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ലൈംഗികത പച്ചയ്ക്ക് വിളമ്പി അയാൾ മലയാളികൾക്ക് മുന്നിൽ പലപ്പോഴും ഇത്തരം വൃത്തികേടുകൾ കാട്ടിയിരുന്നു. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും താൻ പങ്കെടുത്തില്ല എന്ന് ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടർന്നും അയാൾ തന്റെ പിന്നാലെ നടന്നു. തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് എന്ന് ഹണി റോസ് പറയുമ്പോൾ കേരളത്തിന്റെ പോലീസ് എവിടെയാണ്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഭരണകൂടം ഇത്തരം മ്ലേച്ഛന്മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തത്? എവിടെയാണ് നിങ്ങളുടെ കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ടത്? എത്രയെത്ര പരാതികളാണ് ഇതേ ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ മുൻപ് ഉയർന്നു വന്നത്? അയാളുടെ ലക്കി ഡ്രോ സംവിധാനം വെറും തട്ടിപ്പാണ് എന്നതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിരുന്നു. പണത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്ന ഹണി റോസിന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം. ബോബി ചെമ്മണ്ണൂർ വലിച്ചിട്ട് കൊടുക്കുന്ന നോട്ട് തുട്ടുകൾക്ക് പിന്നാലെ പായുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരുപക്ഷെ അയാൾക്ക് പിന്നിൽ ഓച്ചാനിച്ചു നിൽക്കും. സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഇട്ടവർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി ഹണി റോസ് മുന്നോട്ടു പോകുമ്പോൾ ഇത് സെലിബ്രിറ്റികൾക്കും സിനിമാ നടികൾക്കുമൊക്കെ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. എത്രയെത്ര യുവതികളെയാണ്, എത്രയെത്ര നടിമാരെയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും എറിഞ്ഞു വീഴ്ത്തിയിട്ടുള്ളത്. അവർക്കെതിരെ മ്ലേച്ഛമായ ലൈംഗികത ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ അവരെ കുത്തി നുറുക്കിയത്. അധിക്ഷേപ കമന്റുകളും അശ്ലീല കമന്റുകളും മൂലമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അതിഭയാനകമാണ് എന്ന് ഹണി റോസ് പിന്നീട് തുറന്നടിച്ചു. തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ പറഞ്ഞത് എന്ന് ഹണി റോസ് മാധ്യമങ്ങളോട് ഇന്ന് വെളിപ്പെടുത്തി. അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം. പലതവണ താൻ ഇക്കാര്യം അവരെ അറിയിച്ചു. എന്നാൽ വീണ്ടും വീണ്ടും എന്നെ അപമാനിക്കുന്ന തരത്തിലാണ് അയാളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമുണ്ടായത്. ഞാൻ മാത്രം നേരിടുന്ന ഒരു കാര്യമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക നടികളും സാധാരണക്കാരായ സ്ത്രീകളും ഇത്തരം അധിക്ഷേപങ്ങൾ നേരിടുന്നു. ഇത്തരം കമന്റുമായി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ എന്നതാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഒരു സമൂഹത്തിൽ സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും കൂടി ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇനിയും ഇത്തരം മ്ലേച്ഛ കമന്റുകൾ കൊണ്ട് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. കേരളത്തിൽ എന്നെപ്പോലെ സൈബർ ബുള്ളിങ് അനുഭവിച്ച വേറൊരു വ്യക്തി ഉണ്ടാകില്ല. എന്റെ മാനസികാരോഗ്യത്തെ വരെ ഇതൊക്കെ ബാധിച്ചു. എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ നിയമപരമായി പോരാടുന്നത്. 10-20 വർഷമായി സിനിമയിൽ പ്രവർത്തിക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് താൻ. ആരോടും മോശമായി പെരുമാറിയിട്ടില്ല. എൻ്റെ ജോലിയുമായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോവുകയാണ് എൻ്റെ ദൗത്യം. തുടരെ എന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇനിയും സഹിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി. ഈ പറഞ്ഞ സ്ഥാപന ഉടമ എന്നെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ പറഞ്ഞാൽ അയാൾക്കെതിരെയും നിയമ നടപടികൾ ഇനി തുടർന്നുമുണ്ടാകുമെന്നാണ് ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഹണി റോസ് തന്റെ മാനസികാവസ്ഥ കൃത്യമായി പോസ്റ്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അമ്മ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, മറ്റു സംഘടനകൾ, സഹപ്രവർത്തകർ തുടങ്ങി എല്ലാവരിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിക്കുന്നുവെന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഈ പുങ്കവന്മാരെ ഇവിടെ വളർത്തിവെച്ചത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അയാൾ എറിഞ്ഞു കൊടുക്കുന്ന പരസ്യത്തുട്ടുകൾക്ക് പിന്നാലെ പായുന്ന വലിയ മുഖ്യധാര മാധ്യമങ്ങൾ. അയാൾക്ക് വേണ്ടി അവർ ഫുൾ പേജ് പരസ്യങ്ങൾ കൊടുക്കും. അയാളുടെ പ്രത്യേകം അഭിമുഖങ്ങൾ വീശും. എന്നിട്ട് അയാൾ കാണിക്കുന്ന വങ്കത്തരങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കും. ഇതൊക്കെ കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണ് എന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങൾ നേരത്തെ മനസ്സിലാക്കിയില്ല? ഇയാളുടെ തോന്നിവാസങ്ങൾക്ക് കുടപിടിച്ച ഭരണകൂടം എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും എഴുതിയാൽ രായ്ക്കുരമാനം അയാളുടെ വീട് കയറി അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ മുട്ടിടിച്ച് നിന്നത്? എല്ലാവരുടെയും മുഖം മൂടി വലിച്ചെറിഞ്ഞ് ഇതാ ഹണി റോസ് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. അശ്ലീലതയ്ക്കെതിരെ, ആഭാസത്തിനെതിരെ, മ്ലേച്ഛമായ പരാമർശങ്ങൾക്കെതിരെ ആ നടി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.